പാഷു ചേട്ടാ നമസ്കാരം. പിഷു പാഷു അത് ഭയങ്കരായി. ഈ പുള്ളിക്ക് പറ്റിയ വേഷം സിനിമയിൽ ഏതാന്ന് പറയുമോ സാജു? കല്യാണ ചെക്കൻ ഒന്നുമല്ല, ഒരിക്കലുമല്ല. ഇതെന്ന് പറയുന്നത് രഹസ്യമായിട്ട് കള്ളക്കടത്തൊക്കെ നടത്താൻ വേണ്ടിയുള്ള പ്ലാൻ ഇടുമല്ലോ. ആ പ്ലാൻ ഇടുന്ന സമയത്ത് ജനലിൽ കൂടെ ഒളിച്ചു നിന്നിട്ട് ഫോട്ടോ എടുക്കും. ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുക്കുന്ന കാര്യം കള്ളക്കടത്തുകാർ കണ്ടിട്ട് രാത്രി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിട്ട് വെട്ടിക്കൊല്ലും. റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്ന പത്രപ്രവർത്തകൻ. പുള്ളിയുടെ ഫിലിമിലാണ് ഈ സിനിമയുടെ ചുരുളഴിയുന്നത്. ആ ഫോട്ടോഗ്രാഫർ നിങ്ങളാണ്. എന്റെ പേര് ശരചന്ദ്രൻ എന്നാണ്. ശരചന്ദ്രൻ വയനാട് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, സിനിമ ഡയറക്ടറാണ്. അദ്ദേഹം ഒരിക്കൽ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു പുള്ളി സ്റ്റാൻഡ് തട്ടാതെ ബൈക്കിൽ പോവുക. ശരത്തേട്ടൻ ഒരു മീനും മേടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ സ്റ്റാൻഡ് തട്ടാതെ പോകുന്ന ആളെ കണ്ടപ്പോൾ സ്റ്റാൻഡ് എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ തട്ടാൻ പോയപ്പോൾ ബൈക്കോട് കൂടി മറിഞ്ഞ് താഴെ വീണ് അയാൾ ആശുപത്രി കൊണ്ടുപോയിട്ട് അയാൾ ശരത്തേട്ടനെതിരയിൽ ശ്രദ്ധ തെറ്റിച്ചതിന് കേസ് കൊടുത്തു. നടന്ന കാര്യമാണ്. ശരത്തേട്ടനൊക്കെ ഉള്ള ആളാ. പുള്ളിക്കെതിരെ ഈ ബൈക്കിൽ നിന്ന് വീണാൽ കേസ് കൊടുത്തു. അങ്ങനെ കുഴപ്പമുണ്ട്. എന്നിട്ടൊരു കാര്യമുണ്ട്, ഈ വീണ ആളെ ആശുപത്രിയിൽ എടുത്തോണ്ട് പോയിട്ട് പുള്ളിയുടെ മീൻ പൂച്ച എടുത്തോണ്ട് പോവുകയും ചെയ്തു, മേടിച്ചു വെച്ചത്. എന്നിട്ട് കേസും വന്നു. അല്ല, ഈ സഹായിക്കാൻ അങ്ങനെ പ്രശ്നമുണ്ട്. ഞാനിതുപോലെ ബൈക്കിന് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ സ്റ്റാൻഡ് കെട്ടാതെ ഞാൻ പുറകെ ചെന്നിട്ട് ചേട്ടൻ വണ്ടി വിളച്ചിട്ട് ചേട്ടാ സ്റ്റാൻഡ് കെട്ടാന്ന് തോന്നി. എന്നിട്ട് ഞാൻ നേരെ പോന്നു. കുറച്ച് കഴിയുമ്പോൾ ആ പുള്ളി അടിച്ച് സ്പീഡിൽ എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്. ചേട്ടനും തട്ടിക്കോട്ടാന്നു. ഞാൻ തട്ടിയിട്ടുണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രത്താണ് സ്വദേശം. എന്ത് ചെയ്യുന്നു? എവിടെയാ താമസം? ട്രിവാൻഡ്രം കാട്ടാക്കട പോങ്ങുമൂടാണ്. പിന്നെ തൃശ്ശൂർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒപ്പം ഡബിങ് ആർട്ടിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചി TV, നിക്ലോഡിയൻ തുടങ്ങിയ ചാനലിൽ കാർട്ടൂൺസ് ഒക്കെ ചെയ്യാറുണ്ട്. വെരി ഗുഡ്. ഞാൻ എൻ്റെ തുടക്കകാലത്ത് പല കാർട്ടൂണുകൾക്കും ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാർട്ടൂൺ ചാനലുകളൊന്നും വന്നിട്ടില്ല. അതോടുകൂടി അന്ന് നിർത്തിയത്. അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് കിടക്കാം. ഓക്കെ. ചേട്ടാ, ഞാൻ നാട്ടിൻപുറത്ത് ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. പണ്ടേ മിമിക്രിയൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ഈ ടീച്ചർമാരെങ്ങനെ നോട്ടീസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആകപ്പാടെ 3 ടൈപ്പ് ടീച്ചേഴ്സേ ഉള്ളൂ. അതായത് ഒരു പാവൻ ടീച്ചർ, പിന്നെ ഒരു തഗ്ലി പഠിക്കുന്ന ടീച്ചർ, പിന്നെ നമ്മളെടുത്ത് എല്ലായിടത്തും ഭയങ്കര റഷായിട്ട് പെരുമാറുന്ന ദേഷ്യപ്പെടുന്ന ടീച്ചർ. ഒരു തഗ്ലി പഠിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബയോളജി ടീച്ചറുണ്ട്. ടീച്ചർ ഇങ്ങനെ സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് വന്നിങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കും. ഭയങ്കര സൗമ്യമായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആർട്ടറി കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആൻസർ അറിഞ്ഞൂടല്ലോ. അങ്ങനെ ബ്ലിങ്കസ് അടിച്ച് ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ടീച്ചർ വീണ്ടും ചോദിക്കും, കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? നമ്മൾ വീണ്ടും ഇങ്ങനെ ശശിയായിട്ടിരിക്കുമ്പോൾ ടീച്ചർ തന്നെ പറയും, കുറവായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ കുറവായിരിക്കും. കൂടുതലായിരിക്കും, തെറ്റിപ്പോയി, ഒന്നും പഠിക്കൂല, ഇറങ്ങിപ്പോ ക്ലാസ്സിൽ നിന്ന് എന്ന് പറഞ്ഞ് തക്കിലേ പഠിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ദേഷ്യക്കാരനായ ടീച്ചർ. പിന്നെ ഇപ്പോൾ ഷാജി ചേട്ടൻ പാഷാണ ഷാജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളും സാറന്മാർക്ക് വട്ടപ്പേരുകളിടും. ഈ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് തവണ പറപറ എന്ന് പറയും. പറപറ അങ്ങനെ പറപറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറപറ എന്നായി സാറിൻ്റെ ഇരട്ടപ്പേര്. നമ്മളിങ്ങനെ എഴുതും, 1 2 3 4 അങ്ങനെ ഒരു ക്ലാസ്സിൽ എത്ര പറപറ ഉണ്ടെന്ന് എഴുതി വെക്കും. അപ്പോൾ സാറിൻ്റെ പഠിപ്പീരും ഒരു വ്യത്യസ്തമാണ്. സാറും ബയോളജി സാറാണ്. സാറിങ്ങനെ പഠിപ്പിക്കും. ഇത് ബ്രെയിൻ അല്ലേ? ഇതിൽ സെറിബ്രം ഉണ്ടല്ലേ? അത് സെറിബെല്ലം അല്ലേ? ഇതിന്റെ ഇതിന്റെ കവർ ചെയ്തുകൊണ്ട് ഒരു ആവരണം ഉണ്ടായിരിക്കുമല്ലേ? അതിനെ പറയുന്ന പേരെന്താണ്? അപ്പോൾ ഒരു ഞങ്ങളുടെ അടുത്ത് സുപ്രഭാതം വേണമെന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി എന്ത് പറഞ്ഞാലും ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയും. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പാഷാൺ ഷാജി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു സുപ്രഭാതത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സുപ്രഭാതത്തിൽ ഇവിടെ സ്റ്റാൻഡ് കോമഡി കിടക്കുക. എന്ത് കാര്യം പറഞ്ഞാലും ഒരു 2 3 ഒരു സുപ്രഭാതത്തിൽ നീ എനിക്കൊരു ചായ മേടിച്ചാൽ വേറെ സുപ്രഭാതത്തിൽ ഞാൻ മേടിച്ചു തരണ്ടേ? ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താനിങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ സുപ്രഭാതത്തിൽ എന്റെ കാശ് വേണ്ടേ? ഇതാണ് പ്രശ്നം. ഒരു സുപ്രഭാതം വേണമെന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ഈ സാർ ഇങ്ങനെ ചോദ്യം ചോദിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഉത്തരം അറിഞ്ഞുകൊണ്ടെങ്കിലും ചാടി കയറി സാർ എന്ന് പറഞ്ഞിട്ട് ആൻസർ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ഇതുപോലെ വിളിച്ചു പറഞ്ഞു, സാർ മിഡിൽ ഓഫ് ബ്ലോക്ക് റോങ് ആൻസർ, ഇറങ്ങിപ്പോ, യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദി ഡേ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് പുറത്താക്കും. പിന്നെ വാതിലൊക്കെ അടച്ച് പൂട്ടിയിടും, പുറത്താക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാവം പഞ്ചപാവം സാറ്. പഞ്ചപാവം എന്ന് പറഞ്ഞാൽ സാറ് പഠിപ്പിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ അലിവ് തോന്നിപ്പോവും. നമ്മളിവിടെ 0 വെട്ടി കളിച്ചാലാ അല്ലെങ്കിൽ പെൻഫൈറ്റ് കളിച്ചാലാ ഒരു പ്രശ്നമില്ല, ആലമ്പുണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ല. സാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? C6 H12O6 ഇവിടെ ചോദിക്കുക, ഇതിൻ്റെ സ്ട്രക്ചർ ചോദിക്കുക,
എടേ പഠിക്കണേ എന്ന് പറഞ്ഞ് പഠിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഞങ്ങളൊരു ടീച്ചർ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ചതിച്ചു. എനിക്ക് എപ്പോഴും ചതി കോർഡിനേറ്റ് ചെയ്യും ഞാൻ. അപ്പോൾ ഞങ്ങൾ 12 ആണുങ്ങളെങ്ങാനുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഒരുത്തിനോട്ട് ഞങ്ങൾ ബെറ്റ് വെച്ചിട്ട് ചോദിച്ചു, ടീച്ചർ വരുമ്പോൾ എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാമോ എന്ന് ചോദിച്ചു ഒരുത്തിനോട്. ടീച്ചർ വരുമ്പോൾ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവനുമായിട്ട് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അവനുമായിട്ട് ബെറ്റ് വെച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞുള്ള അടുത്ത പീരീഡ് ഈ ടീച്ചറാണ്. ഇവനത് സമ്മതിച്ചു. ഒരു മിഠായി 2 രൂപയുടെ മിഠായി എന്തോ ബെറ്റ് വെച്ചു. എന്നിട്ട് ഞാൻ ബാക്കി 11 പേരെയും കോർഡിനേറ്റ് ചെയ്തു ഗുഡ് മോർണിംഗ് കഴിഞ്ഞിട്ട് മിണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് ടീച്ചർ വന്നു, എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിർത്തി ഇവൻ ഒറ്റയ്ക്ക് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പണ്ട് ജെംസിന്റെ മിഠായി പോലെ ഇരിക്കുന്ന ഒരു ഗുളിക എൻ്റെ അമ്മ കഴിക്കുന്നു. ഇബു ബ്രൂഫൻ എന്നാണ് ഗുളികയുടെ പേര്. നല്ല റെഡ് കളർ തനി ജെംസ് പോലെ ഇരിക്കും. അപ്പം ഇത് കണ്ടപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് എന്തിനാ കഴിക്കുക. അപ്പം അമ്മ പല്ല് പറിച്ച സമയത്ത് കണ്ട് ഇത് കഴിക്കുക. ഞാൻ ഇത് എന്തിനാ കഴിക്കുന്നത് വെച്ചപ്പോൾ പറഞ്ഞു ഇത് വേദന അറിയാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയാണെന്ന് പറഞ്ഞതോടുകൂടി ബൾബ് കത്തി. ഞാൻ അമ്മ അറിയാതെ ഒരു ഗുളിക കട്ടുകൊണ്ട് ക്ലാസ്സിൽ പോയി. എന്നിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ സാധനം തിന്നാൽ വേദന അറിയില്ല, അങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവെല്ലിന് ഈ ഇബുപ്രൂഫൻ ഞങ്ങൾ 5 പേര് പൊടിച്ച് തിന്നു. 5 പേരുടെ തൊട്ട് നക്കി ഇബുപ്രൂഫൻ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിള്ളി നോക്കിയിട്ട് പറഞ്ഞു എടാ വേദന ഇല്ലല്ലോ, ഈ സംഗതി കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബെഞ്ചിൽ നിൽക്കുന്നവർ അടി മേടിക്കേണ്ട അവസ്ഥയായി. ഇപ്പം ആദ്യത്തവൻ ഉത്തരം അറിയാം, എങ്കിലും ഇത്തവണ അടി കൊണ്ടാൽ അവന് വേദനിക്കില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി ഫസ്റ്റ് ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഇവൻ എന്തിനാ ടീച്ചറെ ചോദ്യം ചോദിക്കുന്നത്, അടിച്ചോ അടി കൊണ്ടോ അടിച്ചോ എന്ന് പറഞ്ഞു. ഒരെണ്ണം അവൻ്റെ കൈക്കിട്ടിട്ട് കിട്ടിയിട്ട് അവൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി നല്ല വേദനയാണ്. അപ്പോൾ ഇവൻ അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചേ ഇപ്പുറത്തിരുന്നവനോർത്തു വേദന അഭിനയിക്കുവാന്ന്. കാരണം അല്ല ടീച്ചർ പിടിക്കുമല്ലോ. അടുത്തവൻ വീണ്ടും എണീറ്റിട്ട് ടപ്പേന്ന് അടിച്ചപ്പോൾ ടീച്ചർക്ക് ഭയങ്കര വാശിക്ക് അടിക്കുമോ ടീച്ചർ ഇങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ. രണ്ടാമത്തവൻ ഞാൻ അപ്പോൾ അഭിനയമല്ല എന്നുള്ളത് മനസ്സിലായിട്ട് മൂന്നാമത്തവൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ടീച്ചറെ ഇവൻ ഞങ്ങൾക്ക് വേദന അറിയാതിരിക്കാനുള്ള ഗുളിക എന്നെന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ സെറ്റിലായത്. ഇപ്പോൾ പിഷാരടി ചേട്ടന് ധർമ്മജൻ എന്ന പോലെ, നമ്മുടെ നിവിൻ പോളിക്ക് അജു വർഗീസ് എന്ന പോലെ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ദുരന്തം കൂട്ടുകാരൻ. അവൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നാണ്. അപ്പോൾ ഈ ഉണ്ണിക്കുട്ടന് സ്ഥിരമുള്ള ഒരു ഏർപ്പാടെന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലും ഓരോ ലൈൻ ഉണ്ടാവും. വന്ന സമയത്ത് അവൻ്റെ സ്വന്തം ക്ലാസ്സിൽ, അതായത് നമ്മുടെ ക്ലാസ്സിൽ അവനൊരു ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ വളയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ പോയി. അവള് ബാസ്ക്കറ്റ് ബോൾ കളിക്കും, അവൻ കളിക്കാനൊന്നുമില്ല, പിന്നെ ജേഴ്സിയൊക്കെ എടുത്തിട്ട് വെറുതെ പോയി അവിടെ നിന്ന്. അപ്പോൾ അവൾക്ക് ജസ്റ്റ് എന്തോ തലകറക്കം വന്ന് വീണ്. യവൻ ഈ അവസരം മുതലെടുത്ത് എങ്ങനെയെങ്കിലും എവിടെ ഒന്ന് സെറ്റാക്കാനുള്ള സമയമില്ലേ, എവിടെ ഹോസ്റ്റലിലാക്കാം. അപ്പോൾ ഏതൊക്കെയോ സാറിൻ്റെ അടുത്തെന്നൊക്കെ ചോദിച്ചിട്ട് മറ്റേ സ്പ്ലെൻഡറില്ലേ അതിൻ്റെ കീയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്ന് എവിടെ വണ്ടിയിൽ കയറ്റി. ചെക്കൻ സന്തോഷമായി, കിക്കറടിച്ച് സ്റ്റാർട്ടാവുന്നില്ല. 1 പ്രാവശ്യം അടിച്ച്, 2 പ്രാവശ്യം അടിച്ച്, 3 പ്രാവശ്യം അടിച്ച്, അടിയോടടി അടിച്ച് കിക്കറടിച്ച് സ്റ്റാർട്ടാവണില്ല. അവസാനം പണി പാളിയെന്ന് മനസ്സിലായി. അവൻ താനെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു ജിമ്മായിട്ടുള്ളൊരു ചെക്കൻ ഉണ്ടല്ലേ, കാണാനൊക്കെ ഭയങ്കര ലുക്കുള്ള, അവൻ കയറിയിരുന്നു. അവൻ കിക്കർ അടിക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ കീ ഒന്ന് ഓണാക്കി, എന്നിട്ട് കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവളെയും കൊണ്ട് പോയി. ഇത്രയും നേരം ഓണാക്കാതെ ഞങ്ങളുടെ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആവലാഞ്ച് വാലി എന്നും പറഞ്ഞ പേരുള്ളൊരു ബേക്കറി ഉണ്ടായിരുന്നു. പുള്ളിക്ക് വണ്ടി കച്ചവടം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി നല്ല സുഖമായിട്ടൊക്കെ വണ്ടി. അപ്പോൾ 2 വീലർ വിൽക്കാൻ വന്നപ്പോൾ ഒരാളോട് ഞാൻ അതെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം കിക്കറയിൽ കാക്ക വന്നിരുന്നാൽ അത് സ്റ്റാർട്ടായി പോകും, അത്ര സ്മൂത്തായിട്ട് സ്റ്റാർട്ടാവുന്ന വണ്ടി എന്ന് പറഞ്ഞൊരു ബജാജ് ജെറ്റൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കി. മേടിക്കാനുള്ള ആൾ വന്നു, ഒറ്റ അടിക്ക് സ്റ്റാർട്ടാന്ന് പറഞ്ഞ് പുള്ളി 1 അടി അടിച്ചു, സ്റ്റാർട്ടായില്ല. 2 അടിച്ചു, 3 അടിച്ചു, 4 അടിച്ചു, 10, 15 അടിയായപ്പോൾ ഈ മേടിക്കാൻ വന്ന ആൾ ഒറ്റ അടിക്ക് സ്റ്റാർട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇയാൾ ഒറ്റ അടിക്ക് സ്റ്റാർട്ട്, ആ 1 അടിയാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതെ തലറങ്ങി വീണെന്ന് പറഞ്ഞില്ലേ സ്കൂളിൽ. അപ്പോൾ നമ്മൾ പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാളായിട്ടൊക്കെ തലറങ്ങി വീഴും. അപ്പോൾ അവരെ എടുത്തു കൊണ്ടുപോയി നമ്മൾ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവർക്ക് വീശി കൊടുക്കാനൊക്കെ ഇരിക്കണം. അപ്പോൾ ഒരു ഫസ്റ്റ് വീട് നമുക്ക് കയറണ്ട. അങ്ങനെ ഒരുത്തൻ തലയിറങ്ങി വേണ്ടി ഞങ്ങൾ നേരെ എടുത്തുകൊണ്ട് ഓഫീസ് റൂമിൽ കിടത്തി ഞാൻ സൈഡിൽ നിന്ന് വീശി കൊടുക്കുക. അപ്പോൾ സാറ് നടന്നുകൊണ്ട് എന്താ അത്, ഞാൻ പറഞ്ഞ അസംബ്ലിക്ക് തലയിറങ്ങി വേണം സാറേ, അന്ന് അവനൊരു സോഡ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കിടക്കണവൻ എന്നോട് പറയും എനിക്ക് മഞ്ഞ സോഡ മതിയിട്ടാന്ന് കോളേ. എൻ്റെ ഫ്രണ്ട് അവൻ ഡ്രാമ സ്കൂളിലാണ് പഠിക്കുന്നത്. വില്ലൻ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാമ ചെയ്യാം പ്രൊഡക്ഷന്. അപ്പോൾ അവൻ ഭയങ്കര മാസിൽ ബുള്ളറ്റൊക്കെ ആയിട്ട് സ്റ്റേജിൽ വന്ന്, ബുള്ളറ്റ് വന്ന് പോലെ ഫുൾ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര കട്ടത്താടിയൊക്കെ ആയിട്ട് ഭയങ്കര ഹീറോയിസൊക്കെ ചെയ്ത് ഭയങ്കര മെല്ലൊക്കെ ഡയലോഗ് പറയുക, ഭയങ്കര സിനിമ പുതിയ ആ ലുക്കിലൊക്കെ വന്നിട്ട് സിഗരറ്റ് വലിക്കാത്ത അവൻ സിഗരറ്റൊക്കെ എടുത്ത് കത്തിച്ചിങ്ങനെ വലിച്ചിട്ട് മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഇന്ന് കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ബുള്ളറ്റ് കയറി. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിന്ന് സ്റ്റാർട്ടാവുന്നില്ല.
കുറേ അടിച്ചു നോക്കി, വീണ്ടും സ്റ്റാർട്ടാവുന്നു. ഭയങ്കര വില്ലനായിട്ട് നിൽക്കുക. അവൻ അറ്റ കൈക്ക് ഒരു പ്രയോഗം നടത്തി, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ അവൻ ബുള്ളറ്റിൻ്റെ കീ എടുത്തിട്ട് നായകനെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഡാ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ അടിക്കും, അതിൻ്റെ ഉറപ്പിന് നീ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഔട്ടായി. ഈ ബുള്ളറ്റ് മാത്രം നന്നാക്കുന്ന ഒരു കടയുണ്ടായിരുന്നു ഞങ്ങളുടെ. ബുള്ളറ്റ് സ്പെഷ്യലിസ്റ്റാണ് പുള്ളി. ബുള്ളറ്റ് പഴയ 65 മോഡൽ ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ബുള്ളറ്റ് നന്നാക്കുന്ന വർക്ക്ഷോപ്പ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ 10ാം ക്ലാസ് പോയപ്പോൾ ആശാൻ ബുള്ളറ്റ് നന്നാക്കുന്ന എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ആശാൻ്റെ വർക്ക്ഷോപ്പിൽ ഇവനെ പണിക്ക് നിർത്താൻ വേണ്ടി കൊണ്ടുപോയി. ആശാൻ്റെ വർക്ക്ഷോപ്പിൽ പണിക്കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം തന്നെ ആശാൻ ഇവനോട് പറഞ്ഞു, എടാ നീ പോയിട്ട് 10-12 സ്പാനറിങ് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്പാനറിൻ്റെ ഒരു സൈഡിൽ 10ഉം മറ്റേ സൈഡിൽ 12ഉം അങ്ങനെയാണല്ലോ ഇതിൻ്റെ സൈസ്. ആ 10-12 സ്പാനർ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞപ്പോഴേ ഇവൻ പോയിട്ടൊരു 10-12 സ്പാനർ എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളിക്ക് കൊടുത്തേക്കുക ഏതാ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. എൻ്റെ നാട് ഉദയംപേര് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇരട്ടപ്പേരുള്ള നാടാണ്. പാഞ്ചു സുഖു അങ്ങനെ എല്ലാത്തിനും ഇരട്ടപ്പേരുണ്ട്. ഇരട്ടപ്പേരില്ലാത്ത ആൾക്കാർ വളരെ കുറവുള്ളൂ. സജു എന്നായിരുന്നു എനിക്കിപ്പോൾ കിട്ടി, ഭക്ഷണ ഷാജിന്ന് ഇരട്ടപ്പേര് കിട്ടി. അപ്പോൾ അങ്ങനെ ഇരട്ടപ്പേരുള്ളൊരു ഗ്രാമമാണ്. അവിടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരന് പാടത്തായിരിക്കും കറങ്ങി കിടക്കണം. ഇതുങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അവിടെ ഇട്ട് റെഡിയാക്കി തിന്നുക ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാനൊരു ദിവസം പാടത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കപ്പ പുഴുങ്ങി കഴിക്കുക ഈ പുഴയുടെ അരിയിലിരുന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചിട്ട് വന്ന് ഇല്ല കഴിക്കുക, ഇത് ഞാൻ രണ്ടുപേരും കൂടെ നല്ല അടിയാണ്. അപ്പോൾ ഞാൻ ചേട്ടാ ഈ ചട്ടിയും പാത്രമൊക്കെ ഇത് എവിടെ നിന്നാന്ന് പറഞ്ഞു. അത് പുഴയിൽ നിന്ന് എടുത്താന്ന്. എന്താണെന്നറിയാമോ, ഈ അസ്ഥി കൊണ്ടേ കളയല്ലേ മരിച്ച ആൾക്കാരുടെ, ആ ചട്ടി എടുത്തിട്ടാണ് നമ്മൾ കപ്പ ഉണ്ടാക്കി തിന്നണത്. ഇയാൾ പ്രച്ഛന്ന വേഷത്തിൽ അതിവിദഗ്ധനാണ്. ആമാ, പുള്ളിയുടെ പലതരത്തിൽപ്പെട്ട വേഷങ്ങൾ ഈ പുള്ളി കെട്ടിക്കൊണ്ട് വരും. അപ്പോൾ പ്രച്ഛന്ന വേഷം ഓണത്തിന് റാലി സാജുവിൻ്റെ നാട്ടിൽ ഇങ്ങനെ തുടങ്ങണം. അപ്പം ഇയാൾ വർഷാവർഷങ്ങളായിട്ട് പ്രച്ഛന്ന വേഷത്തിൽ വിദഗ്ധനായതുകൊണ്ട് ഇയാളുടെ വേഷം വന്നെങ്കിൽ മാത്രമേ റാലി തുടങ്ങുള്ളൂ. പുള്ളിക്ക് എവിടെ നിങ്ങൾ വന്നിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓൺ ദ വേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ സംഗതി വെച്ചാൽ പുള്ളി ഗോതമ്പ് മാവ് കൊണ്ട് ആമയുടെ തൊണ്ടുണ്ടാക്കി വരച്ചു വെച്ചേക്കുക, ആമയുടെ തൊണ്ട്. എന്നിട്ട് പുള്ളി ആമയുടെ വേഷം കെട്ടിയേക്കുക. സൈക്കിളിനാണ് വന്നത്. എന്നിട്ട് 6 കിലോമീറ്റർ പുള്ളി 4 കാലേ നടക്കണം. ഈ തൊണ്ടും വെച്ചിട്ട് 6 കിലോമീറ്റർ ആമ നടക്കണം. ഇതാണ് പുള്ളിയുടെ പ്രച്ഛന്ന വേഷം. പുള്ളി സൈക്കിളെ വരുമ്പോ തൊട്ട് പുള്ളിയുടെ പുറകെ ഒരു 20 കാക്ക ഓടിച്ചിട്ട് കൊത്തുവാ ഗോതമ്പ് തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 20 കാക്കേനെയും പുറത്ത് വെച്ചോണ്ട് ഒരു ആമ റോട്ടിൽ കൂടെ നടക്കുക. കൂടെ 4 പേര്. 4 കിലോമീറ്റർ ഉണ്ട് ഈ പ്രച്ഛന്ന വേഷം. 4 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് മഴ പെയ്ത്. അപ്പൊ ആമ പടരാൻ തുടങ്ങി. ഇങ്ങനെ ഗോതമ്പ് പൊടി അങ്ങ് വിരിഞ്ഞ് അവസാനം ആമ റോട്ടിൽ കൂടെ ഒഴുകി നടന്ന് അവിടെ ലാസ്റ്റ് ഫൈനലിൽ എത്തിയപ്പോഴേ ഒരു പുള്ളി പറയാ, സാബു തന്നെ കള്ള് കുടിച്ചിട്ടാണോ വന്നത്, 4 കാലേ വരുന്നുണ്ടല്ലോ ഒന്ന് ഫിനാലെ പോയിന്റിലേക്ക്. തൊണ്ട് കംപ്ലീറ്റ് പോയി. അങ്ങനെ ഭീകരനായിട്ടുള്ള പ്രച്ഛന്ന വേഷക്കാരാണ് പുള്ളി. ഒരു ദിവസം മഞ്ഞു മനുഷ്യനായിട്ട് ഉച്ചക്ക് 2 മണിക്കാണ് പ്രച്ഛന്ന വേഷ മത്സരം. ഫുള്ള് മൈദ തേച്ച്, ദേഹം മുഴുവൻ മൈദ തേച്ചിട്ട് പഞ്ഞി ഒട്ടിച്ച് വെച്ചേക്കുക. 2 മണിക്ക് പറഞ്ഞ പ്രച്ഛന്ന വേഷം വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയത്. മൈദയൊക്കെ ഉണങ്ങി അങ്ങ് സെറ്റായി. ആ പുള്ളി കയറേണ്ട 2 മിനിറ്റുള്ള പുള്ളി ടെൻഷൻ കാരണം ഒരു സിഗരറ്റ് എടുത്ത് വലിച്ച് പിന്നെ വാഴയിലേക്ക് കിടത്തി ആളെ കൊണ്ടുപോയത്. പഞ്ഞി ഒറ്റ മൈദ ഒട്ടിക്കിടക്കല്ലേ. ഈ സാബു ചേട്ടനെ ഈ പറഞ്ഞ പുള്ളി സാജുവിൻ്റെ അലക്കത്തുള്ളതാ. പുള്ളിക്ക് ആമ പുള്ളിയുടെ ഭയങ്കര വീക്ക്നെസ്സാ. പുള്ളി ഇപ്പൊ തിന്നാൻ പാടില്ല. അന്നൊക്കെ ആമയെ പിടിച്ച് തിന്നും ആൾക്കാർ. ആമയെ കറി വെച്ച് തിന്നും. പുള്ളി കറി വെച്ച് തിന്നുക മാത്രമല്ല, ആമേനെ കറി വെച്ചിട്ട് ടിഫിൻ ബോക്സിൽ കൊച്ചിന് സ്കൂളിലേക്ക് കൊടുത്തു വെച്ചു ആമയിറച്ചി. തിന്നപ്പോൾ അടുത്തിരിക്കുന്ന പിള്ളേർ വെച്ച് ഇതെന്താന്ന് വെച്ച് ഇത് ആമയിറച്ചി എന്നാണ്. പിള്ളേര് കരഞ്ഞു മിസ്സിനോട്, എനിക്ക് ആമയിറച്ചി ആമ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മിസ് ഭയങ്കര പ്രശ്നമായിട്ട് മിസ് ഇയാൾ മോനോട് പറഞ്ഞു, നാളെ വരുമ്പം അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ, ആമയിറച്ചിയുടെ അത് ചോദിക്കാൻ വേണ്ടിയാന്ന് പറ കേട്ടോ എന്ന് പറഞ്ഞു വിട്ടേ. അപ്പോൾ കൊച്ചു വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി. ആമയിറച്ചി ചോദിക്കാനാണ് അച്ഛനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി വീട്ടിൽ നിന്ന് ഒരണ്ടാവില്ല ആമയിറച്ചിയും കൊണ്ട് സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വിത്ത് ഡിസ്പോസിബിൾ പ്ലേറ്റ്. പുള്ളിക്കാരൻ വന്നപ്പോൾ ടീച്ചർ അതെ എന്തായി കാണിച്ച ഇതെന്തായി കൊണ്ടുവന്നേക്കെന്ന് വെച്ചപ്പോൾ ഇല മാറ്റിയിട്ട് ആമയിറച്ചിയാ എല്ലാവരും കഴിച്ചോളെ. മോനോട് പറഞ്ഞു വിട്ടില്ലേ. ഈ ഉണ്ണിക്കുട്ടൻ്റെ വേറൊരു ചളിയുടെ കാര്യം ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ടേ. ആ ഉണ്ണിക്കുട്ടൻ വിളിക്കുക. ഹലോ അളിയാ, ചളിയാന്നാ? എടാ അളിയാ, എടാ നിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയായിരുന്നു. ഞാൻ ഇവിടെ അമൃത ടി വിയിലാ, കുറച്ച് തമാശയൊക്കെ പറയാൻ വേണ്ടി വന്നാ. ചളിയാ? ഞാൻ ചളിയൊന്നും വിളിക്കൂല. എന്ത് എടാ ചളിയാന്ന് മാത്രം വിളിക്കില്ല എന്നെ. ആ ശരി വെച്ചിട്ട് പോടേ. എന്നെ ചളിയ അതെ സംഭവം അവന് കോള് മാറിപ്പോയതാ. വേറെയാ, എനിക്ക് സ്പോട്ട് മാറിപ്പോയതാ. ശരത് നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ചെയ്യാറുണ്ടോ സ്റ്റാൻഡപ്പ്
കോമഡി സ്റ്റാൻഡപ്പ് കോമഡി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മിമിക്രി ചെയ്യാറുണ്ട്, ആദ്യമായിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത്. നന്നായിരുന്നു, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. കാരണം എന്താ പറയുക, ഞാനിപ്പം പലതവണ ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, പലരും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്രയുമെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ വിജയമാണ്, വലിയ നേട്ടമാണ്. മാത്രമല്ല വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇതുപോലൊരു മേഖലയിലോട്ട് വന്ന് ചെയ്യുക, ഇപ്പം നമ്മളാണേലും ഏതൊരാളും അഭിനയിക്കാൻ പറഞ്ഞാലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും പാടാൻ പറഞ്ഞാലും എല്ലാം ആദ്യമായിട്ട് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പാകപ്പിഴകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള വലിയ പാകപ്പിഴകളൊന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ ഒരു വലിയ പ്ലസ് ആണ്. ചെയ്യണം എന്നുള്ളൊരു ഫീൽ ഒന്നും നല്ല കോൺഫിഡന്റ് ആയിരുന്നു ചെയ്തപ്പോൾ. താങ്ക്സ് താങ്ക് യു. ഓക്കെ. താങ്ക് യു.